കലാകാരന്മാരെ സംബന്ധിച്ച് അവരുടെ ഒരു വ്യക്തി ജീവിതമാണെങ്കിലും അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും രണ്ടായിട്ട് കാണണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അതിന് കാരണം ഇവരുടെ ഈ പലപ്പോഴുള്ള ദുശീലങ്ങളാണ്. ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ പലരും പറയാറുള്ളത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്, മദ്യപിക്കാത്ത രണ്ട് പേരാണ് പ്രധാനമായിട്ട് ഉള്ളത്. കാരണം ഒന്ന് ദേവരാജൻ മാഷാണ്, പിന്നെ താങ്കളാണ്. നമ്മളിപ്പോ ആരുടെയും പേരെടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന്റെ പേരില് പാതി വഴിയില് ജീവിതം മുറിഞ്ഞുപോയ ഒരുപാട് വലിയ കലാകാരന്മാര്, സംഗീത സംവിധായകര് ഒക്കെ ഉണ്ട്. ഒരിക്കലും അത്തരം ദുശീലങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനം. കാരണം അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ചുറ്റിലും ഉണ്ട്. നമ്മുടെ അസിസ്റ്റന്റായി വരുന്നവര്, നമ്മുടെ പുതിയ തലമുറയില് നമുക്ക് പിറകെ വരുന്ന തലമുറയിലും ഉണ്ടായിരിക്കും. ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ തൊട്ട് മുകളിലുള്ള തലമുറയിലും ഉണ്ട്. സൈഗാളിനെ പോലെ വലിയൊരു കലാകാരനൊക്കെ സ്റ്റുഡിയോ ബൂത്തിൽ അദ്ദേഹം കഴിക്കുകയും അദ്ദേഹം പിന്നെ അവിടെ നിന്ന് തലയിറങ്ങി വീഴുകയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നേരിൽ കണ്ടിട്ടുണ്ട്. ആ ഓർമ്മകളൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു സ്വയം എടുത്ത തീരുമാനമാണോ, അതോ ഇത്തരം രീതികളിലൂടെ കലാകാരന്മാരുടെ ഈ ഒരു അപജയം നേരിൽ കണ്ടതുകൊണ്ടാണോ അങ്ങനെ ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതം? ഇല്ല സർ, ഞാൻ ചെറുപ്പം മുതൽ വീട്ടില് വികൃതിക്കാരനല്ലായിരുന്നു. പിന്നെ അച്ഛനാൻ പോയപ്പോൾ നമുക്ക് ഒരു ആത്മസമയനം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത്, കൺട്രോൾ യുവർ സെൻസസ് എന്ന് അവർ പറയുക. നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചെവി, നിങ്ങളുടെ വർത്തമാനം, നിങ്ങളുടെ കൈകൾ, ഇതൊക്കെ കൺട്രോളിലായിരിക്കണം. റോട്ടിൽ കൂടി പോകുമ്പോൾ അവിടെ ഇവിടെ ഒന്നും നോക്കരുത്, ജസ്റ്റ് ഗോ ആൻഡ് ഡു. അങ്ങനെ റോട്ടിൽ കൂടി വളരെ വിരളമായിട്ട് ഞങ്ങൾ പോകാറുള്ളൂ. എല്ലാം ഇതിൻ്റെ അകത്താണല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് സെൽഫ് കൺട്രോൾ വിച്ച് എനിക്കെങ്ങനെയോ കിട്ടിയെന്നും അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അതിന് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അപ്പൻ ഇത്തിരി എടുക്കുമായിരുന്നു. അപ്പൊ എൻ്റെ അമ്മ എന്നോട് പറയും, മോനെ നീ അത് കുടിക്കരുത് കേട്ടോ എന്ന്. ചെറുപ്പത്തിൽ ഈ ഒരു കാര്യം മാത്രം അപ്പനെ കണ്ടു പഠിക്കരുത്. അങ്ങനെ ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞത് കേട്ടു എന്ന് വേണമെങ്കിൽ എൻ്റെ തലയിലേക്ക് പോയി, അങ്ങനെ വേണേൽ പറയാം.